ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് റാഡിഷാണ്. റാഡിഷ് ഉപയോഗിച്ച് നമുക്കിന്ന് തോരനുണ്ടാക്കാം. അതിന് ആദ്യം ഞാനിവിടെ ഒരു റാഡിഷാണ് എടുത്തിരിക്കുന്നത്. ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു സവാള, ഒരു കപ്പ് തേങ്ങ, 1/4 കപ്പ് സാമ്പാർ പരിപ്പാണ് വേവിച്ചെടുത്ത് വച്ചിരിക്കുന്നത്. ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നു. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കടുകും ഉഴുന്നുമാണ്. പച്ചമുളക് കൂടെ 4 എണ്ണം എടുത്തേക്കണം. ഇത് വീട്ടിൽ വളർന്നതാണ്. ഈ റാഡിഷിലാണെങ്കിലുണ്ടല്ലോ ധാരാളം ഫൈബറുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദഹനത്തിനും സഹായിക്കും. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും ഉഴുന്നും കൂടെ ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ചേർത്ത് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഡിഷും ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കണം. എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് ഇതിനെ സ്ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് റാഡിഷും ക്യാരറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് ചേർക്കണം. തേങ്ങയും കൂടെ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ശകലം മുളക് പൊടി കൂടെ ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒരു എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. നന്നായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്യണം. നമ്മുടെ റാഡിഷ് ക്യാരറ്റ് തോരൻ തയ്യാറായി. ഇത് വളരെ രുചികരമാണ്, അതുപോലെ ആരോഗ്യത്തിനും നല്ലതാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ക്യാരറ്റ് കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.